നമ്മുടെ കേരളത്തെ മുഴുവനായി 2 തവണയോളം മൂടാൻ കഴിയുന്ന ഒരു തടാകത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ആ തടാകം വറ്റിവരണ്ട് ഒരു മരുഭൂമിയായാൽ എങ്ങനെയുണ്ടാകും? അതായത് കേരളത്തിൻ്റെ 2 ഇരട്ടിയോളം വലിപ്പമുള്ള ഒരു മരുഭൂമി. അതാണ് ആറൽ കടൽ എന്നറിയപ്പെടുന്ന സെൻട്രൽ ഏഷ്യയിലെ ഒരു ഭീമൻ തടാകം. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒരു വലിയ കടൽ വറ്റിവരണ്ട് മരുഭൂമിയായ കഥയല്ല ഈ പറയുന്നത്. കേരളത്തിൻ്റെ 2 ഇരട്ടി വലിപ്പമുണ്ടായിരുന്ന ഒരു തടാകത്തെ വെറും വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ആർത്തിയും അഹങ്കാരവും നശിപ്പിച്ച് ഒരു മരുഭൂമിയാക്കിയതും അതിനുശേഷം ആ മരുഭൂമിയെ വീണ്ടും കടലാക്കി മാറ്റാൻ ശാസ്ത്രജ്ഞർ നടത്തിയ പോരാട്ടവും വിചിത്രമായ പ്ലാനുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒടുവിൽ ഇത്രയും വലിയ ആ മരുഭൂമി അവർക്ക് കടലാക്കി മാറ്റാൻ കഴിഞ്ഞോ എന്ന് നമുക്ക് കണ്ടറിയാം. ഒട്ടും ശരിയല്ലാത്ത ഒരു പ്ലാനും ഫ്യൂച്ചറിസ്റ്റിക് അല്ലാത്ത കുറച്ച് എഞ്ചിനീയർമാരുമാണ് ആറൽ കടലിൻ്റെ നാശത്തിന് തുടക്കമിട്ടത്. 1960കളിൽ ഭൂമിയിലെ ഏറ്റവും വലിയ 4ാമത്തെ തടാകമായിരുന്നു ഈ ആറൽ കടൽ. പേരിൽ കടലുണ്ടെങ്കിലും ഇതൊരു തടാകമാണ്. അതിൻ്റെ ഭീമാകാരമായ വലിപ്പം കൊണ്ടാണ് ഇതിന് കടൽ എന്ന പേര് വന്നത്. കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളുടെ അതിർത്തിക്കിടയിലാണ് ഈ വലിയ തടാകം ഉണ്ടായിരുന്നത്. ഏകദേശം 68,000 ചതുരശ്ര കിലോമീറ്റർ ഇത് പരന്നു കിടന്നിരുന്നു. അതിൽ ഏകദേശം 1093 ക്യൂബിക് കിലോമീറ്റർ വെള്ളവും ഉണ്ടായിരുന്നു. വടക്ക് ഭാഗത്തു നിന്ന് സിർദാരിയെയും തെക്ക് ഭാഗത്തു നിന്ന് അമുദാരിയെയും എന്നിങ്ങനെ 2 വലിയ നദികളാണ് അതിലേക്ക് ഒഴുകിയിരുന്നത്. ഓരോ വർഷവും ആ പ്രദേശത്ത് നിന്ന് ഏകദേശം 40,000 ടണ്ണോളം മീനാണ് കിട്ടിയിരുന്നത്. 10,000 കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ചാണ് അന്ന് അവിടെ ജീവിച്ചിരുന്നതും. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ വളരെ മോശമായ ഒരു തീരുമാനമെടുത്തു. സെൻട്രൽ ഏഷ്യയിലെ വരണ്ട മരുഭൂമി കണ്ട് അവിടെ കോട്ടൺ കൃഷി ചെയ്യുക എന്നതായിരുന്നു ആ തീരുമാനം. കുറച്ചൊന്നുമല്ല, രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന രീതിയിലുള്ള വലിയൊരു കോട്ടൺ കൃഷിയാണ് അവർ ഉദ്ദേശിച്ചത്. നമുക്കറിയാം, കോട്ടൺ വളരാൻ ഒരുപാട് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് നദികളിലെ വെള്ളം കടലിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നതിന് പകരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസേചന സംവിധാനങ്ങളിലൊന്നാണ് എഞ്ചിനീയർമാർ അവിടെ പണിതത്. ചെറുതും വലുതുമായ 50 ഡാമുകളുള്ള ആ കനാൽ നെറ്റ്വർക്ക് ആ പ്രദേശത്തുടനീളം ലക്ഷക്കണക്കിന് കിലോമീറ്ററോളം പരന്നു കിടന്നു. അങ്ങനെ ആ വലിയ കടലിലേക്കുള്ള വെള്ളം അവർ പൂർണ്ണമായും തടഞ്ഞു. ഇതിലെ പ്രധാന പ്രശ്നം അവർ ഉപയോഗിച്ച മോശം മെറ്റീരിയൽസ് ആയിരുന്നു. മരുഭൂമിയിലെ മണലിൽ നിന്ന് നേരിട്ട് കുഴിച്ചെടുത്ത തുറന്ന ചാലുകളിലൂടെയാണ് ഈ കനാലുകൾ കൂടുതലും ഉണ്ടാക്കിയത്. അതിൽ കോൺക്രീറ്റോ കവറുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കനാലുകളിലൂടെ ഒഴുകിയ വെള്ളത്തിൻ്റെ 25 മുതൽ 75% വരെ വെള്ളം ഒരു കോട്ടൺ ചെടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവ വെറുതെ മണലിലേക്ക് ഊർന്നിറങ്ങുകയോ അല്ലെങ്കിൽ ചൂടുകാറ്റിൽ വറ്റിപ്പോവുകയോ ചെയ്തു. എല്ലാ വർഷവും ഏകദേശം 56 ക്യൂബിക് കിലോമീറ്റർ ശുദ്ധജലമായിരുന്നു ആറൽ കടലിലേക്ക് പണ്ട് ഒഴുകിയെത്തിയിരുന്നത്. 1980കളായപ്പോഴേക്കും അത് കുറഞ്ഞ് ഏതാണ്ട് 0 മാറിയത്രേ. വെള്ളം കുറയുന്നതിനനുസരിച്ച് തടാകത്തിൻ്റെ ആഴവും കുറഞ്ഞു വന്നു. ആഴം കുറഞ്ഞ വെള്ളം വെയിലത്ത് വളരെ പെട്ടെന്ന് ചൂടാകും. ചൂടുള്ള വെള്ളം പെട്ടെന്ന് തന്നെ ആവിയായി പോവുകയും ചെയ്യും. 1987 ജലനിരപ്പ് വല്ലാതെ കുറഞ്ഞതോടെ ആറൽ കടൽ ഔദ്യോഗികമായി തന്നെ 2ആയി പിളർന്നു. കസാഖിസ്ഥാൻ്റെ ഭാഗമായ ചെറിയ നോർത്തേൺ ആറൽ കടലും ഉസ്ബെക്കിസ്ഥാൻ്റെ ഭാഗമായ വലിയ സത്തേൺ ആറൽ കടലും. ഇത് കാരണം ആറൽക്കും മരുഭൂമി രൂപപ്പെടുകയാണ് ഉണ്ടായത്. ഭൂമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും എന്നാൽ ഏറ്റവും അപകടം പിടിച്ചതുമായ മരുഭൂമി. പതിറ്റാണ്ടുകളായി കൃഷിയിടങ്ങളിൽ നിന്നൊഴുകിയെത്തിയ രാസവളങ്ങളും കീടനാശിനികളും ഹെവി മെറ്റലുകളുമെല്ലാം ആ കടൽ തീരത്തുള്ള ചെളിയിൽ അടിഞ്ഞുകൂടിയിരുന്നു. വെള്ളം വറ്റിയപ്പോൾ അത് ഉണങ്ങി അപകടകരമായ ഒരു ഉപ്പുപാളിയായി മാറി. ഓരോ വർഷവും അവിടെ വീശുന്ന കൊടുങ്കാറ്റുകൾ 100 ദശലക്ഷം ടണ്ണിലധികം വരുന്ന ഈ വിഷമുള്ള ഉപ്പും പൊടിയും മണലും വായുവിലേക്ക് ഉയർത്തുകയും ആ പ്രദേശത്തും പുറത്തേക്കും പറത്തിവിടുകയും ചെയ്തു. 1990കളുടെ തുടക്കത്തിൽ ഈ പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ജനിക്കുന്ന 1000 കുട്ടികളിൽ 70 പേരും മരിക്കുന്ന ഭയാനകമായ അവസ്ഥ വരെയുണ്ടായി. എന്നാൽ ലോകം മുഴുവൻ പ്രതീക്ഷ കൈവിട്ട ആ സമയത്ത് കടലിലെ വെള്ളം എങ്ങനെയാണ് ഒഴുകിപ്പോകുന്നത് എന്നതിലെ ഒരു വലിയ പ്രശ്നം ഒരു കൂട്ടം ലോക്കൽ എഞ്ചിനീയർമാർ കണ്ടെത്തി. അതായത് ഈ കടലിനെ രക്ഷിക്കാനുള്ള പ്രധാന വഴി എന്ന് പറയുന്നത് അതിൻ്റെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ഉയര വ്യത്യാസമായിരുന്നു. സത്തേൺ ആറൽ വളരെ വലുതും എന്നാൽ ആഴം കുറഞ്ഞതുമായ ഒരു തടമായിരുന്നു. അതിലേക്കുള്ള വെള്ളം പൂർണ്ണമായും ഉസ്ബെക്കിസ്ഥാനിലെ കോട്ടൺ ഫാമുകൾ എടുത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സത്തേൺ ആറലിനെ രക്ഷിക്കാൻ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ നോർത്തേൺ ആറലിൻ്റെ കഥ അതായിരുന്നില്ല. അതിൻ്റെ തടത്തിന് നല്ല ആഴമുണ്ടായിരുന്നു.
മുകൾ ഭാഗത്തെ വിസ്തീർണം കുറവായിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിർദാരിയ നദി ഇപ്പോഴും അതിലേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ നോർത്തേൺ ആർലിലേക്ക് എത്തുന്ന നല്ല വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും ബെർഗ് സ്ട്രെയ്റ്റ് എന്ന കടലിടുക്കിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. 1992 അവിടുത്തെ ലോക്കൽ എഞ്ചിനീയർമാർ ഒരു തീരുമാനമെടുത്തു. കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് ആ പോക്കുവഴി അടയ്ക്കുക എന്നുള്ളത്. വലിയ ബഡ്ജറ്റോ കോൺക്രീറ്റോ ഒന്നുമില്ലാതെ അവർ മണലും മണ്ണും കല്ലുകളും നിറച്ച ഡം ട്രക്കുകൾ ഉപയോഗിച്ചു. ഒരു താൽക്കാലിക മൺമതിൽ ഉണ്ടാക്കാനായി അവർ ഇതെല്ലാം കൂടി ബെർഗ് സ്ട്രെയ്റ്റിലേക്ക് ഇട്ടു. അതോടെ നോർത്തേൺ ആർലിലെ ജലനിരപ്പ് ശരിക്കും ഉയരാൻ തുടങ്ങി. മീനുകൾ വീണ്ടും അവിടെ വന്നു തുടങ്ങി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി അവിടുത്തെ ഈർപ്പം മരുഭൂമിയിലെ കടുത്ത ചൂടിന് ഒരാശ്വാസമായി. എന്നാൽ ആ മൺമതിൽ 2 തവണ ഒലിച്ചുപോയിരുന്നു. ആദ്യം 1992 പിന്നീട് 1998. വെള്ളപ്പൊക്കത്തിൽ ആ മണലും കല്ലുകളും തകർന്നു പോകുകയായിരുന്നു. കുറച്ച് തൊഴിലാളികൾക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടു. അത്രയും വർഷം കൊണ്ട് അവിടെ നിറഞ്ഞ വെള്ളമെല്ലാം ഒന്നിച്ച് തെക്കോട്ട് ഒഴുകി ആവിയായിപ്പോയി. ഒടുവിൽ അവിടെ ഒന്നും ബാക്കിയുണ്ടായില്ല. എല്ലാം വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെയായി. ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് പത്രങ്ങളൊക്കെ എഴുതി തള്ളിയിരുന്നു. എന്നാൽ ആ തകർന്ന മതിലിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങൾ വേൾഡ് ബാങ്കിലെ വിദഗ്ധർ പരിശോധിച്ചപ്പോൾ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം മനസ്സിലാക്കി. മണൽമതിൽ പരാജയപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ അവരുടെ ആ ഐഡിയ ശരിയായിരുന്നു. അവിടെ കുറവുണ്ടായിരുന്നത് ആ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഉറപ്പുള്ള ഒരു ഡാം മാത്രമായിരുന്നു. 2001 തകർന്ന മണൽമതിലിൽ നിന്ന് കിട്ടിയ തെളിവുകൾ കണ്ട് ബോധ്യപ്പെട്ട വേൾഡ് ബാങ്കും കസാഖിസ്ഥാൻ സർക്കാരും ചേർന്ന് ഏകദേശം $86 ദശലക്ഷം ചിലവുള്ള ഒരു വലിയ പ്രൊജക്റ്റ് തുടങ്ങി. ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാന ഭാഗം കൊക്കാറൽ ഡാം ആയിരുന്നു. ബെർഗ് സ്ട്രെയ്റ്റിന് കുറുകെ നിർമ്മിച്ച വലിയൊരു ഡാം ആയിരുന്നു അത്. ഏകദേശം 13 കിലോമീറ്ററോളം നീളവും 150 മീറ്റർ വരെ വീതിയും ഇതിനുണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ മണ്ണ് അടുക്കി വെച്ചാണ് ഇത് നിർമ്മിച്ചത്. കൂടാതെ അതിലെ സ്പിൽവേയുടെ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നല്ല ഉറപ്പുള്ളതാക്കുകയും ചെയ്തു. 2005 ഓഗസ്റ്റിൽ ഇതിൻ്റെ പണി പൂർത്തിയായി. കൊക്കാറൽ ഡാം വളരെ സിമ്പിളായ ഒരു ഫിസിക്സ് നിയമത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഗ്ലാസും ട്രേയും തമ്മിലുള്ള അതേ ഐഡിയ. നിങ്ങൾ 1 ലിറ്റർ വെള്ളം വീതിയുള്ള ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചാൽ വെറും മണിക്കൂറിനുള്ളിൽ അത് ആവിയായി പോകും. എന്നാൽ അതേ 1 ലിറ്റർ വെള്ളം നല്ല നീളമുള്ള ഇടുങ്ങിയ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ അത് പല ദിവസങ്ങളോളം വറ്റാതെ അവിടെ നിൽക്കും. ബെർഗ് സ്ട്രെയ്റ്റ് അടച്ചതിലൂടെ തെക്കോട്ട് ഒഴുകി വെള്ളം നഷ്ടപ്പെടുന്നത് കൊക്കാറൽ ഡാം തടഞ്ഞു നിർത്തി. നേരത്തെ തകർന്ന മതിലുകളുടെ അവസ്ഥ വീണ്ടും വരാതിരിക്കാൻ എഞ്ചിനീയർമാർ 9 ഗേറ്റുകളുള്ള ഒരു സ്പിൽവേ സിസ്റ്റം ഇതിൽ വെച്ചിരുന്നു. സിർദാരിയ നദിയിൽ നിന്ന് വരുന്ന വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം വല്ലാതെ ഉയരുമ്പോൾ ഈ ഗേറ്റുകൾ തുറക്കുകയും അധികമുള്ള വെള്ളം തെക്കോട്ട് ഒഴുക്കിക്കളയുകയും ചെയ്യും. ഈ സ്പിൽവേക്ക് ഒരു സെക്കൻഡിൽ ഏകദേശം 395 ക്യൂബിക് മീറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയും. ഇതിനൊപ്പം തന്നെ സിർദാരിയ നദിയുടെ മുകൾ ഭാഗം നന്നാക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ അവർ ചിലവാക്കി. കടലിലേക്കുള്ള വഴിയിൽ വെള്ളം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ കനാലുകൾ റിപ്പയർ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. നോർത്തേൺ ആറൽ നിറഞ്ഞ് 42 മീറ്റർ എന്ന ലക്ഷ്യത്തിലെത്താൻ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ കണക്കാക്കിയത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റായിരുന്നു. 2005 ഓഗസ്റ്റിൽ ഡാമിൻ്റെ പണി തീർന്നു. വെറും 6 മാസങ്ങൾക്ക് ശേഷം, അതായത് 2006 മാർച്ചിൽ തന്നെ നോർത്തേൺ ആറൽ അവർ ഉദ്ദേശിച്ച ആ 42 മീറ്റർ ജലനിരപ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. 2006 തുടക്കത്തിൽ തന്നെ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജലനിരപ്പ് വളരെ വേഗം ഉയർന്നു. ആദ്യത്തെ വർഷം തന്നെ നോർത്തേൺ ആറലിൻ്റെ വിസ്തീർണം 2800 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 3300 ചതുരശ്ര കിലോമീറ്ററിന് മുകളിലേക്ക് വളർന്നു. അറാൽസ്ക് എന്ന സിറ്റിയിൽ നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രം അകലെയാണ് അത് ചെന്ന് നിന്നത്. അങ്ങനെ വെള്ളം തിരികെ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആ മരുഭൂമി പൂർണ്ണമായും മൂടിയിരുന്നില്ല. ആ മരുഭൂമിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് വെള്ളം കൊണ്ട് നിറഞ്ഞത്. എന്നാൽ ഒരു കാലത്ത് മരിച്ചു കിടന്ന ആ കടലിലേക്ക് ജീവൻ വീണ്ടും തിരികെ വരുമോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. പിന്നീട് അവിടെ സംഭവിച്ചത് ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. മനുഷ്യർ ഒരു ചെറിയ മീനിനെ പോലും ഈ കടലിലേക്ക് കൊണ്ടുവിട്ടില്ല. അവർ ഒരു ചെറിയ പുൽക്കൊടി പോലും അവിടെ നട്ടുപിടിപ്പിച്ചതുമില്ല. മനുഷ്യർ ആകെ ചെയ്തത് വെള്ളം വരുന്ന വഴികൾ ശരിയാക്കുക എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം പ്രകൃതി തന്നെ സ്വന്തമായി ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഉപ്പിൻ്റെ അളവായിരുന്നു. 2005 മുൻപ് ശുദ്ധജല മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു നോർത്തേൺ ആറലിലെ ഉപ്പിൻ്റെ അളവ്. എന്നാൽ കൊക്കാറൽ ഡാം പഴയ ഉപ്പുവെള്ളം പുറത്തേക്ക് കളയുകയും സിർദാരിയയിൽ നിന്നുള്ള നല്ല ശുദ്ധജലം നിലനിർത്തുകയും ചെയ്തതോടെ ഉപ്പിൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു. 2011
ആയപ്പോഴേക്കും അത് 1 ലിറ്ററിന് ഏകദേശം 8 ഗ്രാം എന്ന നിലയിലേക്ക് തിരിച്ചെത്തി. കൃത്യമായി പറഞ്ഞാൽ 1960കളിൽ ഉണ്ടായിരുന്ന അതേ അളവ്. 1 ലിറ്ററിൽ 10 ഗ്രാമിൽ താഴെ ഉപ്പാണെങ്കിൽ അവിടുത്തെ മീനുകളുടെ മുട്ടകൾക്ക് കേടുകൂടാതെ ഇരിക്കാനും മീൻ കുഞ്ഞുങ്ങൾക്ക് വിരിയാനും കഴിയും. വെള്ളത്തിൻ്റെ കെമിസ്ട്രി വീണ്ടും ശരിയായപ്പോൾ തന്നെ സിർദാരിയയിലേക്ക് പോയിരുന്ന 22 ഇനം മീനുകൾ നോർത്തേൺ ആറലിലേക്ക് തിരികെ വന്നു. പൈക്ക് പെർച്ച്, ബ്രീം, കാർപ്പ്, റോച്ച് എന്നിങ്ങനെ പതിറ്റാണ്ടുകളായി അപ്രത്യക്ഷമായിരുന്ന മീനുകൾ വീണ്ടും പെരുകാൻ തുടങ്ങി. മീനുകൾ തിരികെ എത്തിയതോടെ അവിടുത്തെ ഫുഡ് ചെയിൻ പെട്ടെന്ന് തന്നെ പഴയപടിയായി. പുതിയ തീരങ്ങളിൽ ആയിരക്കണക്കിന് ഹെക്ടറോളം പുൽച്ചെടികൾ വളർന്നു. പെലിക്കനുകളും കൊക്കുകളും ദേശാടന പക്ഷികളും തിരിച്ചെത്തി. കരയിൽ വളർന്ന പുതിയ ചെടികൾ നോർത്ത് ഭാഗത്ത് അടിക്കാറുണ്ടായിരുന്ന വിഷമുള്ള പൊടിക്കാറ്റുകളെ കുറയ്ക്കാൻ സഹായിച്ചു. തീരദേശത്തെ പുൽമേടുകളിൽ കാട്ടുപന്നികളും ചെന്നായ്ക്കളും അപൂർവ ഇനം സൈഗ ആൻറ്റിലോപ്പുകളും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കാലാവസ്ഥ മാറാനും തുടങ്ങി. ഒരു മീൻ പോലും കിട്ടാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് നോർത്തേൺ ആറൽ ഓരോ വർഷവും ഏകദേശം 8000 ടൺ മീനാണ് വിൽക്കാനായി ഉൽപ്പാദിപ്പിക്കുന്നത്. തീരത്തുടനീളം ഫിഷ് പ്രോസസ്സിംഗ് പ്ലാന്റുകൾ വീണ്ടും തുറന്നു. പക്ഷേ കസാഖിസ്ഥാൻ സർക്കാർ അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തിയില്ല. കൊക്കാറൽ ഡാമിൻ്റെ ഉയരം കുറഞ്ഞത് 2 മീറ്ററെങ്കിലും കൂട്ടുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ പ്ലാൻ. ഇത് ജലനിരപ്പ് 44 മീറ്ററിലേക്കോ അതിൽ കൂടുതലോ ആക്കി ഉയർത്തും. ഉയർന്ന ലെവലിലെത്തുമ്പോൾ കടൽ വീണ്ടും വലുതായിക്കൊണ്ടേയിരിക്കും. 1960കളിൽ കണ്ടിരുന്നത് പോലെ ആറൽ കടൽ ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. ഏകദേശം 68,000 ചതുരശ്ര കിലോമീറ്റർ വെള്ളമാണ് ലോക ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. ആ സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാകും. ഡാം പണിത് അവർ രക്ഷിച്ചെടുത്ത ചെറിയ ഭാഗമായ നോർത്തേൺ ആറലിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത്. അതിന് ഇപ്പോൾ ഏകദേശം 3300 ചതുരശ്ര കിലോമീറ്ററിന് മുകളിൽ വിസ്തീർണമുണ്ട്. 2026 കണക്കനുസരിച്ച് ഏകദേശം 24 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ഇതിലുണ്ട്. വലിപ്പം മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും കേരളവുമായി ഒന്ന് താരതമ്യം ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയുടെ ഏകദേശം അത്രയും വലിപ്പം മാത്രമേ വരികയുള്ളൂ. അതായത് കേരളത്തിൻ്റെ ഇരട്ടിയോളം വലിപ്പമുണ്ടായിരുന്ന ആ വലിയ തടാകം വറ്റി വരണ്ട് ഇപ്പോൾ ഏകദേശം എറണാകുളം ജില്ലയുടെ വലിപ്പത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഡാമിൻ്റെ ഉയരം കൂട്ടുന്ന പ്ലാനുകൾ നടപ്പാക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ഇനിയും പതിയെ കൂടി വരും. അതെന്തായാലും നമുക്ക് കണ്ടറിയാം. ഏതായാലും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.